ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ എല്ലാവരും കേൾക്കുകയും ഇഷ്ടപ്പെടുന്നുമുണ്ടാകുമെന്ന് കരുതട്ടെ. ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക്, മലയാളത്തിലുള്ള വിവർത്തനം ശ്രീലത എസ്, ഓഡിയോ കൃഷ്ണകുമാരി. ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കർണൻ ശ്യാമിൻ്റെ നിർദ്ദേശം നിരസിക്കുന്നു. ശ്യാം കർണനെ സന്ദർശിച്ചു. യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള ശ്രമം എന്ന നിലയ്ക്ക് ആരും അയാളോട് ഇന്നേ വരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യം പറയുകയും ചെയ്തു. നിന്റെ ജന്മനാലുള്ള അമ്മ കുന്തിയാണ്. നിയമപ്രകാരം അവൾ വിവാഹം ചെയ്ത ആളായ പാണ്ഡുവിൻ്റെ സീമന്തപുത്രനാണ് നീ. ഇത് നിയമപ്രകാരം നിന്നെ പാണ്ഡുവിൻ്റെ രാജ്യത്തിനു മുഴുവനും പാണ്ഡവർ എല്ലാവരുടെയും പത്നിയായ ദ്രൗപദിക്കും മേലെ അവകാശവും ഉള്ള സീമന്ത പാണ്ഡവനാക്കുന്നുണ്ട്. ഒരു സഹോദരൻ ചെയ്യേണ്ടതായ വിധത്തിൽ നീ നിന്റെ സഹോദരന്മാരുടെ ഒപ്പം ചേരുക, രാജാവായി തീരുക, പാണ്ഡവരെയും കൗരവരെയും ഭരിക്കുക. സമാധാനത്തിനു വേണ്ടി ഇതു ചെയ്യുക. കർണൻ മറുപടി പറഞ്ഞു. നിന്റെ സംഭാഷണം പരാജയപ്പെട്ടു. നിന്റെ അനുരഞ്ജന ശ്രമം പരാജയപ്പെട്ടു. അതിനാൽ നീ ഇപ്പോൾ എനിക്ക് കൈക്കൂലി നൽകുന്നതിനും കൗരവരുടെ ശക്തി കുറയ്ക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്നു. കാരണം അർജുനന് യുധിഷ്ഠിരൻ എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് ദുര്യോധനനെന്ന് നിനക്കറിയാം. യഥാർത്ഥത്തിൽ നീ ഒരു നയതന്ത്രജ്ഞൻ മാത്രമല്ല, മറിച്ച് ഒരു കൗശലക്കാരൻ കൂടിയാണ്. പക്ഷേ സമാധാനമാണ് കൂടുതൽ പ്രധാനം, ശ്യാം പ്രതിവചിച്ചു. എങ്കിൽ പാണ്ഡവരോട് രാജ്യത്തിന്മേലുള്ള അവരുടെ അവകാശവാദം ഉപേക്ഷിക്കുവാനും ദുര്യോധനനെ സമാധാനത്തോടെ ഭരിക്കുന്നതിന് അനുവദിക്കുവാനും ആവശ്യപ്പെടൂ, കർണൻ പറഞ്ഞു. തൻ്റെ വാക്കുപാലിക്കുവാൻ കൂട്ടാക്കാത്ത തൻ്റെ സഹോദര പത്നിയെ പരസ്യമായി വസ്ത്രാക്ഷേപം നടത്തുന്ന, തൻ്റെ സ്വന്തം ബന്ധു സഹോദരരെ ജീവിക്കുവാൻ അനുവദിക്കാത്ത മനുഷ്യനായ ദുര്യോധനനെ ഭരിക്കുന്നതിന് അനുവദിച്ചാൽ ബലഹീനർക്കു പിന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവില്ല. ഒരാൾ അതിരുകൾ ബഹുമാനിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ രാജാക്കന്മാർ തന്നെ എന്തിനാണ്? ദുര്യോധനനോടുള്ള നിന്റെ സ്നേഹത്തിൻ്റെ പേരിൽ ധർമ്മം വെടിയുകയാണ് നീ. ഒരു അവസരവാദി ആയിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു വിശ്വസ്ത സുഹൃത്തായിരിക്കുന്നതിനാണ്. തേരാളിയുടെ മകനെന്ന് എന്നെ നിരന്തരം പരിഹസിക്കുന്ന പാണ്ഡവർക്ക് ഞാൻ അവരുടെ മൂത്ത സഹോദരനാണെന്ന് അറിയാമോ? ഇത്രയും വർഷങ്ങൾ കുന്തി മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ്? എൻ്റെ ജന്മം സംബന്ധിച്ചുള്ള രഹസ്യം ഇപ്പോൾ വെളിപ്പെടുത്തിയത് എന്തിനാണ്? പാണ്ഡവരുടെ തോൽവിക്ക് സാധ്യതയുള്ള ഈ സമയത്ത് ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ്, പാണ്ഡവരുടെ വിജയത്തിനായുള്ള ഒരു ഉത്തോലിനി മാത്രം. നിനക്ക് എന്നെക്കുറിച്ച് ഒട്ടും തന്നെ കരുതലില്ല ശ്യാം. ദുര്യോധനനും നിന്നെക്കുറിച്ച് ഒട്ടും തന്നെ കരുതലില്ല. അയാൾ നിന്റെ കഴിവുകളെക്കുറിച്ച് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. നീ തന്നെയാണ് കൗരവരുടെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാകുന്നതിന് നിന്നെ അനുവദിക്കുന്നത്. തേരാളികൾ വളർത്തിയവൻ എന്നതിൻ്റെ പേരിൽ എന്നെ നിരന്തരം പാണ്ഡവർ പരിഹസിച്ചു വന്നപ്പോൾ എൻ്റെ കഴിവുകൾക്ക് അന്തസ്സ് നൽകിയത് കൗരവരാണ്. ഞാൻ ആർക്കൊപ്പം നിലകൊള്ളണം ശ്യാം? എനിക്ക് എന്തുണ്ടോ അതിൻ്റെ പേരിൽ എന്നെ വിലമതിക്കുന്ന കൗരവരുടെ ഒപ്പമോ, അതോ ഞാൻ ആരാണ് എന്നതിൻ്റെ പേരിൽ എന്നെ പരിഹസിക്കുന്ന പാണ്ഡവർക്കൊപ്പമോ? നീ കുന്തിയുടെ ജന്മവശാലുള്ള പുത്രനോ അതിരഥൻ്റെ വളർത്തുപുത്രനോ അല്ല. നീ കർണനാണ്. ജന്മം കൊണ്ട് ദേവകിയുടെ പുത്രനും പിന്നീട് നന്ദൻ്റെ വളർത്തുമകനും എന്നതിലും അപ്പുറമാണ് ഞാൻ എന്നതുപോലെ തന്നെ. യോദ്ധാവ്, തേരാളി, ഗോപാലകൻ ഇവയെല്ലാം സമൂഹം കൽപ്പിച്ചു നൽകുന്ന കൃത്രിമ വ്യക്തിത്വങ്ങളാണ്. നീ നിന്റെ വെറും കഴിവുകൾ മാത്രവുമല്ല, നീ ഒരു വില്ലാളിക്കും അപ്പുറമാണ്. ഞാൻ നിന്നെ ഇങ്ങനെ കാണുന്നു കർണൻ.
ഒരു യുദ്ധം തടയുന്നതിന് പ്രാപ്തിയുള്ള ആളാണ് നീ ഇപ്പോൾ. അതാണ് ഏറ്റവും പ്രധാനം. യഥാർത്ഥത്തിൽ നീതിന്യായത്തിനും അപ്പുറം. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് നമുക്ക് നിയമജ്ഞരെ പോലെ എപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കാം. പക്ഷെ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. നമുക്ക് ആളുകൾ വധിക്കപ്പെടാൻ ഇടയാക്കാതിരിക്കാം. നമുക്ക് വിധവകളെയും അനാഥരെയും സൃഷ്ടിക്കാതിരിക്കാം. ദുര്യോധനൻ വാക്കുപാലിക്കണമെന്ന് നീ അയാളോട് പറഞ്ഞു. അതാണ് രാമനെ പോലെയുള്ള ബഹുമാന്യരായ രാജാക്കന്മാർ ചെയ്യുന്നതും. നീ ഇപ്പോൾ എന്നോട് എൻ്റെ വാക്ക് ഭഞ്ജിക്കുവാൻ ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് ആർക്കെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കഴിയുക? ദുര്യോധനൻ ഒരു രാജാവ് എന്ന നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. നല്ല ഭരണത്തിൻ്റെ ഭാഗമായി ഒരു രാജാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. നീ പ്രവർത്തിക്കുന്നത് രാജാവിൻ്റെ സഹായിയായിട്ടാണ്. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഒരു രാജകുടുംബത്തിലെ സീമന്തപുത്രനായ രാമന് ബാധകമാകുന്ന നിയമങ്ങളല്ല ഒരു ഗോപാലക കുടുംബത്തിലെ കനിഷ്ഠ സന്തതിയായ ശ്യാമിന് ബാധകമാകുന്നത്. നിന്റെ സാന്ദർഭികമായ ചിന്തകൾക്കപ്പുറം സ്ഥിരമായ വിശ്വസ്തതയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഹനുമാൻ രാമനോട് എത്രത്തോളം വിശ്വസ്തനായിരുന്നുവോ അത്രത്തോളം ദുര്യോധനനോട് വിശ്വസ്തനായിരിക്കുന്നതിനാണ് ഞാൻ തീരുമാനിക്കുന്നത്. കർണൻ ശിരസ്സുയർത്തിപ്പിടിച്ച് ദൃഢമായി പറഞ്ഞു. ശ്യാം പുഞ്ചിരിച്ചു. തങ്ങൾ ധർമ്മബോധമുള്ളവരാണെന്ന് വിശ്വസിച്ചു വരുന്നവർ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുകയേയില്ല. എന്നിട്ടും അയാൾ പറഞ്ഞു, അല്ല കർണൻ, ദുര്യോധനൻ രാമനല്ലാത്തതുപോലെ തന്നെ നീ ഹനുമാനുമല്ല. ദുര്യോധനൻ രാവണനെ പോലെയാണ്. തൻ്റേതല്ലാത്തത് നിർബന്ധപൂർവം എടുക്കുകയും അതിനോട് ഇറുക്കി പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെ അത് നിന്നെ കുംഭകർണനാക്കുന്നു. കാരണം അയാളെപ്പോലെ തന്നെ നീയും വധിക്കപ്പെടുക തന്നെ ചെയ്യും. 5 സഹോദരന്മാർ നിർമ്മിച്ച രാജ്യം 100 സഹോദരന്മാർക്ക് ബലം പ്രയോഗിച്ച് പിടിച്ചടക്കുന്നതിനുള്ള ശക്തി നീ നൽകുമ്പോൾ ബലം കുറഞ്ഞവരെ ബലം കൂടിയവർ ഭരിക്കുന്നതിന് നീ അനുവദിക്കുന്നു. നീ അധർമ്മം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. കർണൻ കർമ്മത്തിൻ്റെ ഇരയാണ്. ഹിന്ദുമത തത്വശാസ്ത്ര പ്രകാരം കർമ്മം എന്നത് പ്രവൃത്തിയും ബ്രാക്കറ്റിൽ നമുക്ക് നിയന്ത്രണമുള്ള കാര്യങ്ങൾ, പ്രതിപ്രവൃത്തിയും ബ്രാക്കറ്റിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്തത് രണ്ടും കൂടിയതാണ്. തൻ്റെ മാതാവ് ഒരു രാജകുമാരി ജനനത്താലെ തന്നെ ഉപേക്ഷിച്ചതും തേരാളികൾ അയാളെ കണ്ടെത്തിയതും വളർത്തിയതും തുടങ്ങിയ വസ്തുതകളിലൊന്നും അയാൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. പക്ഷേ ഈ സംഭവങ്ങളാണ് അയാൾക്ക് സമൂഹത്തിലുള്ള പദവി നിർണയിക്കുന്നത്. ധനുർവിദ്യ പഠിക്കണം എന്ന തൻ്റെ ആഗ്രഹത്തിനുമേൽ അയാൾക്ക് നിയന്ത്രണമുണ്ട്. അത് ഏകാഗ്രചിത്തതയോടെ അയാൾ പിന്തുടരുന്നുമുണ്ട്. അയാൾ സാരഥി അഥവാ തേര് തെളിക്കുന്നവനായി ജോലി ചെയ്യണമെന്നുള്ളത് വിധി നിശ്ചയിച്ചതാണ്. യോഗ്യത അയാളെ ഒരു രഥയാത്രക്കാരൻ ആകുന്നതിന് പ്രാപ്തനാക്കുന്നു. ഹിന്ദുമത തത്വശാസ്ത്രം വിശ്വസ്തതയുടെ വികാരത്തെ വിശ്വസ്തതയുടെ ലക്ഷ്യത്തിനേക്കാൾ കൂടുതലായി അടയാളപ്പെടുത്തുന്നില്ല. വിശ്വസ്തതയുടെ സന്ദർഭം, കാരണം, അനന്തരഫലം എന്നിവയാണ് പ്രധാനമാണ്. അതിനാൽ രാമനോടുള്ള വിശ്വസ്തത രാവണനോടുള്ള വിശ്വസ്തതയുമായി തുല്യമല്ല. 2 പിളർക്കൽ. അടുത്ത ഭാഗം. ഓരോ മനുഷ്യജീവിയും 2 ഭാഗങ്ങളുടെ ആകത്തുകയാണ്. എന്താണോ അയാൾ എന്നതിൻ്റെയും എന്താണ് അയാൾക്കുള്ളത് എന്നതിൻ്റെയും എവിടെയാണ് വ്യക്തിത്വം നിലകൊള്ളുന്നത്? പാണ്ഡവർ കർണനെ കണ്ട പരശുരാമനെ പറ്റിച്ച് ധനുർവിദ്യ സ്വായത്തമാക്കിയ തേരാളിയുടെ പുത്രനായാണ്. കൗരവരാകട്ടെ സ്തുത്യർഹമായ വില്ലാളി വീരനായ രാജാവാകാൻ യോഗ്യതയുള്ള ആൾ എന്ന നിലയിലാണ് കർണനെ കണ്ടത്. ആരാണ് ശരിക്കും കർണനെ കണ്ടത്? അയാളുടെ മാതാപിതാക്കളുടെ തൊഴിലിനപ്പുറം അയാൾക്ക് ഒരു വ്യക്തിത്വമുണ്ടോ? അതേപോലെ ആരാണ് യഥാർത്ഥത്തിൽ ശ്യാമിനെ കണ്ടിട്ടുള്ളത്?
ആഗതമായ യുദ്ധത്തിന് യാദവരുടെ പിന്തുണ തേടുന്നതിനായി ഇരു കൂട്ടരും കൗരവരും പാണ്ഡവരും ദ്വാരാവതിയിൽ വന്നു. അന്തക ഗോത്രത്തിലെ കൃതവർമ്മൻ കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് തീരുമാനിച്ചു. വൃഷ്ണിഗോത്രത്തിലെ സാത്യകി പാണ്ഡവരോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചു. ശ്യാമിൻ്റെ സഹോദരൻ ബലരാമൻ ഇരുവശത്തെ സഹായിക്കുന്നതിനും വിസമ്മതിച്ചു. ഇരുകൂട്ടരും ശ്യാമിൻ്റെ പത്നി സഹോദരൻ രുക്മിയെ അയാളുടെ പൊങ്ങച്ചം പറയുന്ന രീതി മൂലം നിരാകരിച്ചു. ഇരുവശക്കാരും ശ്യാമിനോട് സഹായം അഭ്യർത്ഥിച്ചു. പാണ്ഡവർ പറഞ്ഞു, നിന്റെ സഹോദരി സുഭദ്ര അർജുനൻ്റെ പത്നിയാണ്, നീ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കൗരവർ പറഞ്ഞു, നിന്റെ മകൻ സാമ്പൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ദുര്യോധനൻ്റെ പുത്രിയെയാണ്. തന്നെ രണ്ടായി മുറിക്കാമെന്ന് ശ്യാം അഭിപ്രായപ്പെട്ടു. ഞാൻ എന്താണോ അത് നിങ്ങളിൽ ഒരു കൂട്ടർക്ക് എടുക്കാം, മറ്റേ കൂട്ടർക്ക് എനിക്കെന്താണോ ഉള്ളത് അത് നൽകാം. എൻ്റെ സൈന്യം. അർജുനന് മുമ്പേ താൻ ശ്യാമിൻ്റെ അറയിൽ പ്രവേശിച്ചതുകൊണ്ട് തനിക്ക് വേണം ആദ്യത്തെ തെരഞ്ഞെടുപ്പിനുള്ള അവകാശമെന്ന് ദുര്യോധനൻ അവകാശപ്പെട്ടു. എന്നിരുന്നാലും അർജുനന് മുമ്പേ താൻ ശ്യാമിൻ്റെ അറയിൽ പ്രവേശിച്ചതുകൊണ്ട് തനിക്ക് വേണം ആദ്യത്തെ തെരഞ്ഞെടുപ്പിനുള്ള അവകാശമെന്ന് ദുര്യോധനൻ അവകാശപ്പെട്ടു. എന്നിരുന്നാലും ശ്യാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അർജുനനാണ് നൽകിയത്. നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് ആരാണ് സത്യം പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് ഞാൻ ഉണർന്ന ഉടനെ ആദ്യം കണ്ടത് അർജുനനെയാണ് എന്ന് മാത്രമാണ്. നീ അങ്ങേയറ്റം അഹങ്കാരമുള്ളവനായതിനാൽ എൻ്റെ കാൽക്കൽ ഇരിക്കുന്നതിന് മടിച്ചു. എൻ്റെ തലയുടെ അരികിലിരുന്നു, അതിനാൽ ഉടനെ തന്നെ കണ്ടില്ല. അതുകൊണ്ട് ആദ്യ അവസരം നഷ്ടപ്പെട്ടു പോയി. ശ്യാമിൻ്റെ വാദങ്ങൾ ദുര്യോധനനെ മുഷിപ്പിച്ചുവെങ്കിലും അർജുനൻ ശ്യാമിനെ തിരഞ്ഞെടുത്ത് തനിക്ക് നാരായണി എന്ന ശ്യാമിൻ്റെ സൈന്യത്തെ നൽകുന്നതിന് അനുവദിക്കുന്നതിനിടയാക്കിയപ്പോൾ അയാൾക്ക് വളരെ ആശ്വാസമായി. നിനക്ക് ഉറപ്പാണോ? ശ്യാം ചോദിച്ചു. കൗരവർക്ക് അപ്പോൾ 11 സൈന്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വെറും 7. തനിക്ക് ഉറപ്പാണെന്ന് അർജുനൻ പറഞ്ഞു. താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അർജുനന് മനസ്സിലായോ എന്ന് സന്ദേഹിച്ച് ശ്യാം പുഞ്ചിരിച്ചു. പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന യുദ്ധം കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി കൃഷ്ണൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. ബലരാമൻ യുദ്ധം ചെയ്യാതിരിക്കുവാനും സ്വതന്ത്രനാകുന്നതിനും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ വിഷ്ണുവും ശിവനുമായി പെരുമാറുന്നു. ഒരാൾ ലോകത്തിൽ മുഴുകിയും മറ്റേയാൾ ലോകത്തിൽ നിന്ന് പിൻവാങ്ങിയും. ഹിന്ദു മതത്തിലെ പുരാവൃത്ത ആഖ്യാനങ്ങളിൽ ഈശ്വരാംശത്തെ അളക്കുവാൻ സാധിക്കുന്നതും മാംസം വസ്തുക്കൾ അളക്കുന്നതിന് അതീതവുമായതും വികാരങ്ങൾ ചിന്തകൾ എന്ന് വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തേതിനെ സ്ത്രൈണമായി ദർശിക്കുന്നു, അതിനാൽ അത് നാരായണി എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് പൗരുഷമായി അറിയപ്പെടുന്നു, അങ്ങനെ അത് നാരായണൻ എന്നറിയപ്പെടുന്നു. കൗരവർ നാരായണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാണ്ഡവർ നാരായണനിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. നാരായണൻ ദേഹിയാണ്, നാരായണി എന്ന ശരീരത്തിൽ താമസമാക്കിയ ആൾ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ മാംസവും നമ്മൾ പാരമ്പര്യവശാൽ ആർജിക്കുന്ന വസ്തുവകകളും സമൂഹത്തിലെ നമ്മുടെ പദവിയുമാണ്. ശിവൻ എന്ന തപസ്വി ശരീരം എന്ന സ്ത്രൈണതയെ അകറ്റി നിർത്തുന്നു. അതിനാൽ നാരായണി അഥവാ ദേവിയെയും ബ്രഹ്മാവ് അവളെ ഓടിക്കുന്നു. അതിനാൽ ആരാധിക്കപ്പെടുന്നതിന് അവൾ യോഗ്യയല്ല. വിഷ്ണു അവളെ യഥാർത്ഥമായി വിലമതിക്കുന്നുണ്ട്. ഭീമപൗത്രൻ്റെ പരിത്യാഗം. അടുത്ത ഭാഗം. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വാർത്ത എല്ലായിടവും പരന്നു.
രാജ്യത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റമുള്ള യോദ്ധാക്കൾ അതിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നു. അവരുടെ കൂടെ ഒരു ബർബരീകൻ ഉണ്ടായിരുന്നു. നാഗരാജ്ഞിയായ അഹിലാവതിയുടെയും രാക്ഷസ രാജകുമാരിയായ ഹിഡിംബിയിൽ ഭീമന് ജനിച്ച പുത്രനായ ഘടോൽക്കജൻ്റെയും പുത്രനാണ് താനെന്ന് അയാൾ അവകാശപ്പെട്ടിരുന്നു. തൻ്റെ ആവനാഴിയിൽ വെറും 3 അമ്പുകളും കൊണ്ടാണ് ബർബരീകൻ എത്തിയത്. ആദ്യത്തേതിന് എന്തും സംരക്ഷിക്കുന്നതിനുള്ള ശക്തിയുണ്ടായിരുന്നു. രണ്ടാമത്തേത് എന്തിനേയും നശിപ്പിക്കുന്നു. മൂന്നാമത്തേത് എന്താണ് സംരക്ഷിക്കേണ്ടതെന്നും എന്താണ് നശിപ്പിക്കേണ്ടതെന്നും വിവേചിക്കുന്നു. ആ മരത്തിലേക്കുള്ള ഓരോ ഇലയും തുളച്ചു കയറുന്നതിന് നിന്റെ അമ്പിന് കഴിയുമോ? വടവൃക്ഷത്തിലേക്ക് ചൂണ്ടി ശ്യാം ചോദിച്ചു. ബർബരീകൻ ഉടനെ തന്നെ ഒരു അമ്പ് തൊടുത്തുവിട്ടു. ശ്യാമിനെ അമ്പരിപ്പിച്ചുകൊണ്ട് ആ വൃക്ഷത്തിലുള്ള എല്ലാ ഇലകളിലൂടെയും അമ്പ് തുളച്ചു കയറി. ശ്യാമിനെ പിന്നെയും അമ്പരപ്പിച്ചുകൊണ്ട് അമ്പ് അയാളുടെ വലതുകാലിൻ്റെ മുകളിലൂടെ വട്ടമിട്ട് പറന്നു. കാരണം അയാൾ തൻ്റെ പാദത്തിൻ്റെ അടിയിൽ ആ മരത്തിൽ നിന്നുള്ള ഒരു ഇല ഒളിപ്പിച്ചു വെച്ചിരുന്നു. നീ തീർച്ചയായും മഹാനായ ഒരു യോദ്ധാവാണ്, ശ്യാം പറഞ്ഞു. നീ ആരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ദുർബലരുടെ പക്ഷത്ത്, ബർബരീകൻ പറഞ്ഞു. ഇപ്പോൾ അത് ഒരു പ്രശ്നമായി തീർന്നു. കാരണം ബർബരീകൻ ആരുടെ പക്ഷത്താണോ അവർ ശക്തരാകും. അത് ബർബരീകൻ എപ്പോഴും ഇരുവശവും മാറുന്നതിന് നിർബന്ധിതനായി. ഇത് യുദ്ധം അവസാനമില്ലാത്തതാക്കി തീർത്തു. ധർമ്മം സ്ഥാപിക്കുന്നതിന് പാണ്ഡവർ യുദ്ധം വിജയിച്ചേ മതിയാവൂ എന്ന് ശ്യാമിന് ഉറപ്പായിരുന്നു. എനിക്ക് നിന്നിൽ നിന്ന് ഒരു കാര്യം വേണം, ശ്യാം പറഞ്ഞു. അത് എനിക്ക് തരാൻ നിനക്ക് കഴിയുമോ? ഈ വെല്ലുവിളി ആ ബാലകൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമെന്ന് ശ്യാമിന് അറിയാമായിരുന്നു. അങ്ങേക്ക് എന്തു വേണമോ അത് ഞാൻ നൽകിയിരിക്കും. വെറുതെ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി, കരുതിയതുപോലെ തന്നെ അവൻ പറഞ്ഞു. ശ്യാം ചോദിച്ചത് ബർബരീകൻ്റെ ശിരസ്സായിരുന്നു. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലായ ചെറുപ്പക്കാരനായ ആ യോദ്ധാവ് സമ്മതിച്ചു. പക്ഷേ തൻ്റെ ശിരസ് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പായി അയാൾക്കൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങ് ഈ ശിരസ് സൂക്ഷിക്കണം. അങ്ങനെയാകുമ്പോൾ എനിക്ക് യുദ്ധം മുഴുവനും അതിൻ്റെ പൂർണ്ണതയിൽ കാണുവാൻ കഴിയുമല്ലോ. അത് നടപ്പാക്കാമെന്ന് ശ്യാം സമ്മതിച്ചു. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, നേപ്പാൾ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നാടോടി മഹാഭാരതങ്ങളിൽ ബർബരീകൻ്റെ കഥ പുനരാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. രാജസ്ഥാനിൽ ബർബരീകൻ്റെ ശിരസ് ഘാഡു ശ്യാംജി, കൃഷ്ണൻ്റെ ഒരു രൂപം എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നുണ്ട്. അയാളുടെ അടയാളം 3 അമ്പുകളുള്ള ഒരു വില്ലാണ്. മഹാഭാരതത്തെ പാണ്ഡവർ ഇരകളും കൗരവർ ദുഷ്ടകഥാപാത്രങ്ങളുമാകുന്ന ഒരു പ്രതികാര നാടകമായി കാണാവുന്നതാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഐതിഹാസികമായ യുദ്ധത്തിൽ വിജയിച്ചവർക്ക് തങ്ങളുടെ സന്താനങ്ങളെ നഷ്ടപ്പെടുന്നുണ്ട്. അതിയായ നാശനഷ്ടങ്ങളിലൂടെ നേടിയ വിജയം എന്ന പ്രമേയത്തിലൂടെ ധർമ്മത്തെ വിലമതിക്കുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നു. അർജുനൻ്റെ പുത്രപരിത്യാഗം. അടുത്ത ഭാഗം. യുദ്ധം ജയിക്കുന്നതിനായി പാണ്ഡവർ കാളീദേവിക്കൊരു കുറ്റമറ്റ പരിപൂർണനായ പുരുഷനെ ബലി കൊടുക്കണം എന്ന് അശരീരി വെളിപാടുകൾ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ കുറ്റമറ്റവരിൽ കാണപ്പെടുന്ന 32 അടയാളങ്ങൾ ഉള്ളവരായി 3 പുരുഷന്മാരെയാണ് കണ്ടെത്തിയത്. ശ്യാം, അർജുനൻ, നാഗരാജകുമാരിയായ ഉലൂപിയിൽ അർജുനന് ജനിച്ച ഇരാവാൻ എന്നിവരായിരുന്നു ആ 3 പേർ. ശ്യാമിനെയും അർജുനനെയും ഒഴിവാക്കുവാൻ സാധ്യമല്ലാതിരുന്നതിനാൽ സ്വയം ബലി കൊടുക്കുന്നതിന് സന്നദ്ധനാണോ എന്ന് ഇരാവാനോട് അവർ അന്വേഷിച്ചു. അവൻ സമ്മതം മൂളി. പക്ഷെ അവനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അവന് വിവാഹിതനായ ഒരുവനായി മരിക്കണം. അപ്പോൾ ഒരു വിധവയ്ക്ക് മാത്രം സാധിക്കുന്ന തരത്തിൽ അവനു വേണ്ടി വിലപിക്കുവാൻ അവൻ്റെ പത്നി ഉണ്ടാവുമല്ലോ. അവസാനം ഒരു സ്ത്രീയുടെ രൂപം പൂണ്ട് ഇരാവാനെ വിവാഹം കഴിക്കാമെന്ന് ശ്യാം സമ്മതിച്ചു.
മോഹിനിയായി രൂപം മാറിയ ശ്യാം ഇരാവാൻ്റെ വധുവായി. അവർ ആ രാത്രി ഒന്നിച്ചു ചെലവഴിച്ചു. വെളുപ്പാൻ കാലത്ത് ഇരാവാൻ്റെ ശിരച്ഛേദം നടത്തിയപ്പോൾ മോഹിനി നെഞ്ചത്തടിച്ചു. ഒരു വിധവയായി അലമുറയിട്ട് കരഞ്ഞു. ശ്യാമിൻ്റെ കരച്ചിൽ കാണുന്നത് ഹൃദയഭേദകമായിരുന്നു. സംസ്കൃത സാഹിത്യത്തിലെ ഇരാവാൻ തമിഴ് സാഹിത്യത്തിൽ ആരവൻ എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃത ഇതിഹാസം അയാളെ വെറുതെ പേര് മാത്രം പറയുമ്പോൾ അയാളുടെ വിവാഹത്തിൻ്റെ കഥ വരുന്നത് തമിഴ്നാട്ടിലെ മഹാഭാരത നാടോടിക്കഥകളിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ കൂവകം ഗ്രാമത്തിൽ ഇരാവാൻ്റെ ശിരസ് കൂത്താണ്ടവർ എന്ന പേരിൽ ആരാധിച്ചു വരുന്നുണ്ട്. എല്ലാ വർഷവും അയാളുടെ വിവാഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ പുനരവതരിപ്പിക്കുന്ന തമിഴ്നാട്ടിലെ ആലീസുകളുടെ അഥവാ ഭിന്നലിംഗക്കാരായ ആളുകളുടെ രക്ഷക ദൈവമാണ് അയാൾ. അയാളെ ശിവനായിട്ടാണ് തിരിച്ചറിയപ്പെടുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗമായ ശ്യാം അർജുനനെ ഉപദേശിക്കുന്നു എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.